ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇന്ന് വന്നിരിക്കുന്നത് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമായിട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ പഴമൊക്കെ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നവരാണ്, പക്ഷെ പഴം എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടുതൽ പഴുത്തു പോകും. അപ്പോൾ ഞാനിങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെക്കും. എന്നിട്ടത് നമ്മൾ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് എടുത്തിട്ട്, മീൻസ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമുക്ക് എടുത്തിട്ട് കുറച്ച് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. അരിപ്പൊടി നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഗോതമ്പ് പൊടി നന്നായിട്ട്, ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഏലക്കായ നമ്മളിങ്ങനെ മഞ്ഞളൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് മഞ്ഞ കളർ കേട്ടോ. അപ്പോൾ നമുക്ക് ഏലക്കായ നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഏലക്കായയുടെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ റോസ് വാട്ടറൊക്കെ ചേർക്കാം, നല്ല കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർക്കുന്നത് കുറച്ച് ശർക്കര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നല്ല മധുരം ഇതിനുണ്ടാവും ഓൾറെഡി. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഡേറ്റ്സ് ചേർക്കാം. ഡേറ്റ്സ് ചേർക്കുമ്പോൾ നല്ല മധുരത്തിൽ കിട്ടും. അപ്പോൾ നല്ല മധുരം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. ഇവിടെ മോളും എൻ്റെ പോലെ തന്നെ കുക്ക് ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ആക്റ്റീവാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് റവ, നിങ്ങൾക്ക് വേണമെങ്കിൽ റവയും ഗോതമ്പ് പൊടിയും കൂടി എടുക്കാം, അല്ലെങ്കിൽ റവയും അരിപ്പൊടിയും കൂടി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയും റവയും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഡേറ്റ്സ് കുറച്ചിങ്ങനെ കുഞ്ഞിതാക്കി അരിഞ്ഞിടാണ് ചെയ്യുന്നത്. ഞാൻ അടിക്കുന്നില്ല. അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ അത് മിക്സായി കിടക്കുമല്ലോ. ഇത് നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് പോലെ നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ എണ്ണയിൽ നമുക്ക് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കഴിച്ചോളും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെറുതെ നമ്മുടെ പാൻ കേക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിത് ഇവിടെ ആവിയിൽ വേവിച്ച് എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇല അട പോലെ നമുക്ക് ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും നമുക്ക് ചക്കടയൊക്കെ ഉണ്ടാക്കിയൊരു ഫീലാണ് വരിക. പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ല വരിക, ചക്കടയുടെ ഫീലൊക്കെ വരും. വളരെ ടേസ്റ്റി ആൻഡ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് നമുക്ക് വീട്ടിലൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട്. ഞാനിവിടെ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഈ മിക്സ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അവർ തന്നെ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കി ഇത് കഴിച്ചോളും. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചൂടാക്കി, ഇനിയിപ്പോൾ ചൂടില്ലെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് വെരി വെരി ഹെൽത്തി. ഇതിന് മൂക്കും കണ്ണൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ഹാലോവിൻ്റെ രൂപത്തിൽ, പേടിപ്പെടുത്തുന്ന രൂപത്തിലും ഇത് വന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇന്ന് വന്നിരിക്കുന്നത് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമായിട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ പഴമൊക്കെ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നവരാണ്.